ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ശാരദയെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഭഗവാന്റെ ഒരു സൃഷ്ടിയല്ല കേട്ടോ അത്, പിന്നെയോ ഭഗവാൻ തന്നെയാണ്. അത് ഭഗവാൻ തന്നെയാണ്. ശാരദയായിരിക്കുന്നതും ഗുരുവായിരിക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പം ഇത് മനസ്സിലാക്കിയിട്ടുള്ള ശിഷ്യനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഗുരുവിനെയും ശാരദയെയും ഉള്ളതുപോലെ മനസ്സിലാക്കി ശാരദയെ സ്തുതിച്ചുകൊണ്ട് പാടിയതാണല്ലോ ശാരദാ കർണാമൃതം. അപ്പം അതിലെന്താണ് പറയുന്നത്? ഒന്ന് തൊടൂ, ഒന്ന് നിന്റെ ഒരു അനുഗ്രഹം, നിന്റെ ഒരു നോട്ടം മതിയാകും, നിന്റെ ഒരു അനുഗ്രഹം മതി ഭക്തന്റെ സർവ്വവിധമായിട്ടുള്ള സംസാര ദുഃഖത്തെയും സംസാര രോഗത്തെയും ഇല്ലാതാക്കുവാൻ. മാത്രമല്ല, നീ ഇവിടെ അമ്മയാണ്, ജഗജ്ജനനിയാണ് അല്ലേ? ജഗജ്ജനനി. അമ്മയുടെ ഒരു വിശേഷം എന്ന് പറയുന്നത് എന്താണ്? കൊച്ചുങ്ങളെ അവർ നല്ലതായിട്ടാണോ പറയുന്നത്, അവർ നന്നായിട്ടാണോ ഇരിക്കുന്നത്, അവരുടെ പറച്ചിലൊക്കെ ശരിയാണോ, ഇങ്ങനെയൊന്നും നോക്കിയിട്ടല്ല അമ്മ മക്കളെ സ്നേഹിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അമ്മയുടെ വാത്സല്യം? മക്കളെ എത്ര ദുഷ്ടരായാലും അമ്മ മക്കളെ എന്തു ചെയ്യും? യാതൊരു ഉപാധിയുമില്ലാതെ സ്നേഹിക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരമ്മ അങ്ങനെയാണ് എങ്കിൽ ജഗജ്ജനനി എങ്ങനെയായിരിക്കും? അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തമായി പറയും, കേമമായ പ്രസംഗമോ ഗാനമോ ഓമന പൈതലോതിയിലെങ്കിലും പ്രേമമേറുന്ന മാതാവതിൽ പരം സമ്മതം പൂണ്ടു കൊണ്ടിടുകോമലേ. ഇനി അമ്മയെ ആരാധിക്കുമ്പോൾ, അവിടെ ജഗജ്ജനനിയെ ഒരു ഭക്തൻ ആരാധിക്കുമ്പോൾ അവൻ നല്ല ഈണത്തിലാണോ അമ്മയെ സ്തുതിച്ചു പാടുന്നത്, അല്ലെങ്കിൽ അവൻ അമ്മയെ വാക്കുകൾ കൊണ്ട് ഉയർത്തുന്നുണ്ടോ? ഇങ്ങനെയൊന്നും നോക്കിയിട്ടല്ലല്ലോ. പിന്നെന്താണ്? അവിടെ ഒറ്റ കാര്യം നോക്കുള്ളൂ, നിഷ്കളങ്കമായ ഭക്തിയുണ്ടോ? അതിവിടെ കേമമേറുന്ന പ്രസംഗമോ ഗാനമോ ഒന്നും അല്ല വേണ്ടത്. പിന്നെന്താണ്? നിഷ്കളങ്കമായി അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ. അത് ശ്രീരാമകൃഷ്ണ പരമഹംസര് അവിടെ വളരെ വ്യക്തമായി നമുക്ക് പറയും, അമ്മയെങ്ങമ്മയെങ്ങെന്നൊരു കണ്ടയാ അമ്മയെ തന്നെ വിളിക്കുക ചിത്തമേ, തന്മണി പൈതൽ കരഞ്ഞു വിളിക്കുകിൽ അമ്മയ്ക്കടങ്ങിയിരിക്കുവാനാകുമോ. കാളി ഉപാസകനായിരുന്നല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ. അപ്പൊ പറഞ്ഞു, അവിടെ നമുക്കും പറഞ്ഞു തരികയാണ്, എപ്പോഴും വിളിക്കൂ, അമ്മേ അമ്മേ അമ്മേന്ന് വിളിക്കൂ. ജഗജ്ജനനിയെ നിരന്തരം ഉപാസിക്കൂ, ശാരദയെ നിരന്തരം ഉപാസിക്കൂ. സദാസമയവും അമ്മയുടെ ചിന്തനം ഉണ്ടാവും. എപ്പോഴും അമ്മേ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അമ്മമാരായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചറിയാം, നമ്മൾ കുട്ടികൾ അമ്മയെന്നൊന്ന് വിളിക്കുമ്പോൾ അമ്മ ആദ്യം ഒന്നും മൈൻഡ് ചെയ്യില്ല. അമ്മ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ അമ്മ വേറെന്തെങ്കിലും ശ്രദ്ധയിലായിരിക്കും. അപ്പോൾ കുട്ടി അമ്മയെന്നൊന്ന് വിളിച്ചു, നമ്മൾ ശ്രദ്ധിക്കില്ല. രണ്ടാമതൊന്ന് വിളിച്ചു, നമ്മൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ മൂന്നാമത് കുട്ടി അമ്മയെന്ന് വിളിക്കുമ്പോൾ അമ്മ ശ്രദ്ധിക്കും, വിളിയിൽ എന്തെങ്കിലും അപാകതയുണ്ടോ, എന്തെങ്കിലും പേടിച്ചുള്ള വിളിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിയുള്ള വിളിയാണോ. നീ അമ്മ പിന്നെ ഒന്നും ആലോചിക്കില്ല. അമ്മ എന്ത് ചെയ്യും? കുട്ടിയുടെ ചാരത്തെ കോടിയണയും. ഇതുപോലെയാണ് നിഷ്കളങ്ക ഭക്തൻ. എപ്പോഴും അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നാൽ അമ്മയ്ക്ക് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഭക്തന്റെ ചാരത്തേക്ക് അമ്മ ഓടിയണയുമെന്ന് സ്വാനുഭവം കൊണ്ട് ദാ ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ നമ്മോട് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ശാരദാ കർണാമൃതത്തിൽ കൂടിയായാലും ശരി, അല്ലാതെ എന്താണ് മണ്ണന്തല ദേവീസ്തവത്തിൽ കൂടിയായാലും ശരി, ഭദ്രകാളി അഷ്ടകത്തിൽ കൂടിയായാലും ശരി, എല്ലാറ്റിൽ കൂടിയും നമുക്ക് ഈ മഹത്വത്തെ, ഈ തത്വത്തെ ഉള്ളതുപോലെ അറിയുവാൻ സാധിക്കും. എന്താണ് ജഗജ്ജനനി, എന്താണ് പരമസത്യമായിരിക്കുന്നത്. നമ്മൾ ഈശ്വരനെ ഏത് രൂപത്തിൽ ഉപാസിക്കുമ്പോഴും ചിത്തശുദ്ധി ഉണ്ടാവണം. ചിത്തശുദ്ധി ഉണ്ടാകുമ്പോൾ അവന് ആ ഈശ്വരൻ്റെ കൃപ അതുള്ളതുപോലെ അറിയുവാൻ സാധിക്കും. ഇനി ഈശ്വരനെ മറന്നു ജീവിച്ചാലോ, ഒരുവൻ ഈശ്വരനെ മറന്നു ജീവിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും വളരെ വ്യക്തമായി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നിന്നെയും നിൻ പ്രഭാവത്തെയും മറന്നിന്നൊരുവേനുലകിലിരിക്കിലോ എന്നുമേ അവൻ സംസാര രോഗിയായി വന്നു സംഭവിച്ചിടുന്നു ശാരദേ. ഇനി ദാ എത്ര വ്യക്തമായിട്ട്, ശാരദേ അല്ലയോ അമ്മേ, നിന്നെ മറന്ന് ആരാണോ ഈ ഭൂവിൽ ജീവിക്കുന്നത്, ആരാണോ ഈശ്വരനെ മറന്നു ജീവിക്കുന്നത്, അവൻ എന്ത് സംഭവിക്കുമെന്ന് ശാരദാ കർണാമൃതം അടിവരയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? എന്നുമേ അവൻ സംസാര രോഗിയാവും. സംസാര ദുഃഖങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനമുണ്ടാവില്ല. അപ്പൊ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുവാൻ ജഗജ്ജനനിയെ ആശ്രയിക്കലല്ലാതെ, പരാശക്തിയെ ഉപാസിക്കലല്ലാതെ,
ഗുരുസ്വരൂപിണിയെ ആരാധിക്കലല്ലാതെ രണ്ടാമതൊരു മാർഗവും. ഗുരുവായിരിക്കുന്നതും ശാരദയായിരിക്കുന്നതും ഒന്ന് തന്നെയാണ് കേട്ടോ. സർവചരാചരങ്ങളായിരിക്കുന്നതും ഒരേ ശക്തി തന്നെയാണല്ലോ. ഇതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഈ ക്രിസ്തുവായിരിക്കുന്നതും കൃഷ്ണനായിരിക്കുന്നതും നബിയായിരിക്കുന്നതും ഒക്കെ ഒരേ ശക്തി തന്നെയാണ്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ നമ്മൾ പല തട്ടില് ഇങ്ങനെ കാണുക. അതുകൊണ്ട് തന്നെ ഇവിടെ പറയും, ശിവഗിരിയിലെ ഈ ഒരു കുന്നിലേക്കാരാണോ എത്തുക, ഈ ഗിരിയെ വന്ന് ആരാണോ ദർശിക്കുക, അവരുടെ സർവ്വ പാപങ്ങളും ഇല്ലാതാകുമെന്നും അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ 51 എഴുത്താകുന്ന ഗൃഹത്തില് ഇമ്പമോടെ വസിക്കുന്ന ഈ ദേവിയെ എന്താണ് ആദിനാരായണൻ മുതൽ ഏവരും ഭജിക്കുന്നു. സർവ്വദേവീ ദേവന്മാരും വന്ദിച്ചു നിൽക്കുന്നത് ഈ ദേവിയുടെ മുൻപിലാണ്. സൗന്ദര്യലഹരി തുടങ്ങുമ്പോൾ തന്നെ പറയും, ശിവന് ശക്തിയില്ല എങ്കിൽ ശിവൻ അശക്തനായി തീരും എന്നാണ്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നജേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമഭി എന്ന് പറഞ്ഞ് സൗന്ദര്യലഹരി തുടങ്ങുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ കർമ്മങ്ങളും ജനനിക്കർപ്പിക്കുന്ന പൂജാമലരുക്കളായി മാറണം. സൗന്ദര്യലഹരിയിൽ തന്നെ പറയും, ജപോ ജൽപശില്പം സകലമഭിമുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശന്യാദാഹുതി വിധിം പ്രണാമം സംവേശേ സുഖമഖിലമാത്മാർപ്പണദൃശ സബര്യാപര്യായ തവ ഭവതു യന്മേ വിലസിതം. അല്ലയോ അമ്മേ, എൻ്റെ നാവുകൊണ്ടേ ഞാൻ പറയുന്നതൊക്കെയും അവിടുത്തെ നാമമന്ത്രങ്ങളായി മാറണേ. ഞാൻ എൻ്റെ നാവുകൊണ്ട് എന്ത് ഉച്ചരിച്ചാലും അതൊക്കെ അമ്മയുടെ അമ്മയുടെ നാമം ഉച്ചരിക്കുന്നതായി മാറണേ. പിന്നെന്താണ് പറയുന്നത്, എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ എന്തു ചെയ്താലും അത് അമ്മയ്ക്കുള്ള അഞ്ജലി മുദ്രകളായി മാറണം, നമസ്കാരങ്ങളായി മാറണം. അപ്പം നാവ് കൊണ്ട് എന്തു പറഞ്ഞാലും, അതായത് നന്മ മാത്രമേ പറയാവൂ. എൻ്റെ നാവിൽ കൂടി വരുന്നതൊക്കെയും നിനക്കു ഹിതമായതു മാത്രമാവണം. നിനക്കു ഹിതമായതു മാത്രം ഞാൻ പറയുമ്പോൾ എൻ്റെ നാവുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെയും നിനക്കുള്ള മന്ത്രങ്ങളായി, നിന്റെ മന്ത്രങ്ങളായി മാറും. എൻ്റെ കൈകൾ കൊണ്ട് നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ, ഈശ്വരന് ഹിതമായതു മാത്രമേ ചെയ്യാവൂ. അങ്ങനെ വരുമ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെയും നിനക്കുള്ള മുദ്രകളായി മാറും. ഇതൊരു മുദ്രയാണ്, അഞ്ജലി മുദ്ര എന്ന് പറയും. അപ്പോൾ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെയും നിനക്കുള്ള മുദ്രകളായി മാറും. ഇനി എൻ്റെ നടത്തങ്ങളൊക്കെയും, എൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് ഞാൻ നടക്കുന്നതൊക്കെയും നിനക്കുള്ള പ്രദക്ഷിണങ്ങളായി മാറണേ. ഞാൻ ചിലപ്പോൾ ഓരോ വഴിക്ക് പോയി നിന്നിരിക്കും, എൻ്റെ വീട്ടിൽ കൂടി തന്നെ പല വഴി നടന്നെന്നിരിക്കും. എൻ്റെ നടത്തങ്ങളൊക്കെ എന്തായി മാറണം, നിനക്കുള്ള പ്രദക്ഷിണങ്ങളായി മാറണേ. ഇനി എൻ്റെ ശരീരത്തിന് തളർച്ച വരുമ്പോൾ, എൻ്റെ ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ ഞാൻ കിടക്കും. എൻ്റെ കിടത്തങ്ങളൊക്കെയും എൻ്റെ കിടപ്പുകളൊക്കെയും അമ്മേ നിനക്കുള്ള നമസ്കാരങ്ങളായി മാറണേ. നോക്കൂ, ഇനി അടുത്തത് പറയുകയാണ്, എനിക്ക് വിശക്കുമ്പോഴേ ഞാൻ ഭക്ഷണം കഴിക്കും. ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയും എൻ്റെ ശരീരമാകുന്ന ഹോമകുണ്ടത്തിലേക്ക് ഞാൻ നിനക്കർപ്പിക്കുന്ന ഹവിസായി മാറണം. നമ്മുടെ ശരീരത്തിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു അഗ്നി ഉള്ളത് കൊണ്ടാണ്, ജഠരാഗ്നി. അപ്പോൾ ഇവിടെ ആകപ്പാടെ നമ്മുടെ സർവകർമ്മങ്ങളും ദേവിക്കുള്ള പൂജകളായി, അർച്ചനകളായി മാറുകയാണ്. എങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരു ഭക്തൻ നിഷ്കളങ്കമായ ഭക്തിയിലൂടെ അമ്മയെ ഉപാസിക്കുന്ന തരത്തിലേക്ക് വരിക? അപ്പം അതുകൊണ്ട് ഈ നവരാത്രി ദിവസം എന്ന് പറയുന്നത് ഈ 9 ദിവസവും വ്രതാനുഷ്ഠാനത്തോടു കൂടി ജീവിക്കൽ മാത്രമല്ല, പിന്നീട് ശിഷ്ടജീവിതം മുഴുവനും അമ്മയ്ക്കുള്ള ഉപാസനയായി മാറുവാൻ നമുക്ക് ഈ ദിവസങ്ങൾ അതിനുള്ള ഊർജം സമ്പാദിക്കലാവട്ടെ, അതിനുള്ള ഊർജം സ്വീകരിക്കലാവട്ടെ. എന്തായാലും ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായിട്ടുള്ള ശാരദ, സൗന്ദര്യധാമമായിട്ടുള്ള ശാരദ എന്ന് പറയുന്നത് അറിവിൻ്റെ നിറകുടമാണ്. അമ്മയെ ആരാണോ അറിഞ്ഞു ഭജിക്കുക, അവരുടെ സർവ്വവിധമായിട്ടുള്ള അജ്ഞാന അന്ധകാരത്തെയും ഇല്ലാതാക്കി ജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളാക്കി അമ്മ മാറ്റും. അതുകൊണ്ട് തന്നെയാണല്ലോ പറയുക, ഈ വിശുദ്ധഗിരി അണഞ്ഞിടുവോർ ഏവരാകിലും ശുദ്ധരായിടും. ഈ വിശുദ്ധമായ ഗിരിയെ ആരാണോ ഈ ശിവഗിരിക്കുന്നിലേക്കൊന്ന് എത്തുക, അവരുടെ മനസ്സിലെ സർവ്വവിധമായിട്ടുള്ള മനോമാലിന്യങ്ങളും ഇല്ലാതായി അവർ ശുദ്ധരാവും. അവർ അമ്മയോട് ചേരുക തന്നെ ചെയ്യും. ഞാനും നീയും ഞെരുക്ക കലരുന്ന അവസ്ഥയിലേക്ക് അവർ വന്നു ചേരും. അങ്ങനെ
ആ ഒരു അവസ്ഥാതലത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരുവാൻ ഗുരുവിൻ്റെ ശാരദയുടെ കൃപാകടാക്ഷം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇനി വരും ദിവസങ്ങളിലും ഈ പ്രഭാഷണ പരമ്പര അർത്ഥയോടുകൂടി കേൾക്കുവാനുള്ള അർത്ഥമാനസങ്ങളായിരിക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഗുരുവിൻ്റെ കൃപ അവോളം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ.